ഹിന്ദിയിൽ നമുക്ക് ചെറിയൊരു ഗ്രാമർ സെക്ഷൻ ഞാൻ തുടങ്ങാമെന്ന് കരുതിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. ഹിന്ദിയിൽ വർണ്ണ ഓർ വർണ്ണമാല, അക്ഷരം അതുപോലെ തന്നെ ആൽഫബറ്റും രണ്ടും, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഹിന്ദിക്ക് വർണ്ണ ഓർ വർണ്ണമാല, ഹിന്ദിയിലെ വർണ്ണ എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സും അതുപോലെ തന്നെ ആൽഫബറ്റും എന്ന് പറയുന്നത്. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അക്ഷരമാണെന്ന് നിങ്ങൾക്കറിയാം, ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ അതും നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ലെറ്റർ എന്ന് പറയുന്നത് ഒരു വാക്കിൻ്റെ സെൻറ്റൻസിനെ മുറിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയതാണ് വർണ്ണ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു വാക്കത്ത് നമ്മൾ ഒന്ന് മുറിക്കുകയാണ്, രണ്ട് പീസ് ആക്കുകയാണെങ്കിൽ ആവാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സാധനമാണ് വർണ്ണ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വർണ്ണമാല എന്ന് പറയുന്നത് ചെറിയ ചെറിയ അക്ഷരങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് ക്രമപ്പെടുത്തിക്കൊണ്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വർണ്ണമാല അല്ലെങ്കിൽ ആൽഫബറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വർണ്ണ രണ്ട് തരത്തിലാണുള്ളത്. അതായത് അക്ഷരങ്ങൾ ലെറ്റേഴ്സ് രണ്ട് തരത്തിലാണുള്ളത്. എന്ത് തരമാണ്? ഒന്ന് സ്വര എന്ന് പറയുന്നത്, ഒന്ന് വ്യഞ്ജൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ, ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ വൊവ്വൽസ് എന്നും പറയും. അതുപോലെ തന്നെ വ്യഞ്ജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഞ്ജനാക്ഷരങ്ങൾ മലയാളത്തിലും, അതുപോലെ തന്നെ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ വ്യഞ്ജൻ എന്നും പറയും. അപ്പോൾ നമുക്ക് സ്വര എന്ന് പറയുന്നത് ഹിന്ദിയിൽ എന്താണ്, 11 അക്ഷരമാണുള്ളത്. ഓക്കെ, 11 അക്ഷരം സ്വരങ്ങളുണ്ട്. സ്വരം എന്ന് പറയുന്നത് വേറൊരു അക്ഷരത്തിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് വായിക്കാനും ഉച്ചരിക്കാനും പറ്റുന്ന അക്ഷരങ്ങളാണ് സ്വരം എന്ന് പറയുന്നത്. അത് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ഉദാഹരണത്തിന് ആ ഈ യു എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടുള്ളത്, അത് 11 അക്ഷരമാണ്. ഓക്കെ, ഓ എന്ന് പറഞ്ഞൊരു അക്ഷരം ഉണ്ട്. ഇത് ഇംഗ്ലീഷിലുള്ള ഒരു ഓൻ്റെ ഇതുണ്ട്, അതുപോലെ തന്നെ ഹിന്ദിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറും അതുപോലെ തന്നെ കോഫി എന്ന് പറഞ്ഞ വാക്ക്. സ്വരം എന്ന് പറയുന്നത് ഒന്നിൻ്റെ സഹായം ഇതിലില്ല. ആ ഈ എന്ന് പറഞ്ഞ വേറെ ഒന്നിൻ്റെ സഹായം ഇതിലില്ല. ഓക്കെ, സഹായം ഇല്ലാതെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി വ്യഞ്ജനാക്ഷരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. വ്യഞ്ജനം എന്ന് പറയുന്നത് വേറൊരു അക്ഷരത്തിൻ്റെ സഹായം ഉള്ളത്, അതുപോലെ തന്നെ സഹായം ഉണ്ടായിട്ട് നമുക്ക് ഉച്ചരിക്കാൻ പറ്റുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ വ്യഞ്ജൻ എന്നും പറയുന്നത്. വ്യഞ്ജനാക്ഷരങ്ങൾ 33 അക്ഷരങ്ങളാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. കക എന്ന് പറഞ്ഞാൽ തുടങ്ങി ഹാ വരെയുള്ള അക്ഷരങ്ങൾ, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾ ചിന്തിക്കും വേറൊരു അക്ഷരത്തിൻ്റെ സഹായം ഇല്ലാതെ വായിക്കാൻ പറ്റില്ല ഈ അക്ഷരങ്ങൾ, അതുപോലെ തന്നെ വേറൊരു അക്ഷരത്തിൻ്റെ സഹായം വേണമെന്ന് പറയണില്ലേ. അപ്പോൾ അത് എന്താണ്, ഏത് അക്ഷരമാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, അതുപോലെ തന്നെ ചോദ്യങ്ങളുണ്ടാവും. ആ സംശയം ഞാൻ നിങ്ങൾക്ക് തീർത്തരാം. ഉദാഹരണത്തിന് നമ്മൾ കാക്കാകിക എഴുതാണെന്ന് വിചാരിച്ചോ. ഇവിടെ നമ്മൾ കാ എന്നൊരു വാക്കെടുത്തു. ഓക്കെ, ഈ കായൻ്റെ അകത്ത് വേറൊരു അക്ഷരങ്ങൾ കൂടി ഇരിപ്പുണ്ട്. ആ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ കാ എന്ന് പറഞ്ഞ അക്ഷരത്തിൻ്റെ ഉള്ളിൽ കായും, അതായത് ഇങ്ങനത്തെ ഒരു കായും അതുപോലെ തന്നെ ഒരു ആയും ചേർന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ ഹിന്ദിയിലെ ഗ്രാമറിൻ്റെ അകത്ത് കിടക്കുന്ന ഈ സാധനങ്ങളാണിത്. ഓക്കെ, കാ എന്ന് പറഞ്ഞ ഈ അക്ഷരമില്ലേ, ഇതിൻ്റെ അകത്ത് ഒരു കായും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ചിഹ്നവും അതുപോലെ തന്നെ ആയും ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും ഹിന്ദിയിൽ ഈ ആയ്ക്ക് ഈ ചിഹ്നമാണുള്ളത്, പക്ഷേ ഇങ്ങനത്തെ ഒരു ആയ്ക്ക് ചിഹ്നമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത്. അപ്പോൾ ഈ കേയും അതുപോലെ തന്നെ ആയും എന്നൊരു അക്ഷരം ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഇതിന് പറയുന്നത് എന്താണ്, വ്യഞ്ജനാക്ഷരങ്ങളിൽ വേറൊരു അക്ഷരത്തിൻ്റെ സഹായം ആവശ്യമാണ്. ഇപ്പോൾ നമുക്കാണ് വ്യഞ്ജനക്ക് വർണ്ണമേ ജോ സ്വരോക്കി സഹായത സെ ബോലി ജാതി. സ്വരോക്കി സഹായത എന്ന് പറഞ്ഞാൽ സ്വരത്തിൻ്റെ സഹായത്തോട് കൂടി വായിക്കാം. ബോലി ജാതി എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അതിന് പറയുന്നതാണ് വ്യഞ്ജനാക്ഷരം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു പുസ്തകമുണ്ട്, ഇതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം, വേണ്ടോ ഇങ്ങനെ എഴുതിയിരിക്കണുണ്ടോ, എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉച്ചാരണം ഇങ്ങനെയാണ്. കാക്കയിലെ ഉച്ചാരണം ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ, അതായത് നേരത്തെ പറഞ്ഞ ഈ ആ ഒഴിവാക്കൂലേ, ഈ ആനെ നമ്മൾ ഒഴിവാക്കി വിട്ടെന്ന് വിചാരിച്ചു. ഈ അക്ഷരത്തിനെ പിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അക്ഷരം വരിക. ഓക്കെ, എന്നൊക്കെ അക്ഷരം വരിക. അതിൻ്റെ അകത്തുണ്ട്, അതായത് സ്വരാക്ഷരങ്ങളിൽ പെട്ട ഈ അതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് ഇതിന് വ്യഞ്ജനം എന്ന് പറയുന്നത്. അത് വ്യഞ്ജനിൽ സ്വരാക്ഷരം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉച്ചാരണം വരിക. അങ്ങനെയൊക്കെയാണ് ഉച്ചാരണം വരിക. എൻ്റെ ഹിന്ദി ഉച്ചാരണം ക്ലാസ്സിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ്, ക ഖ ഗ ഘ അങ്ങനെയല്ല ഉച്ചാരണം. നേരെ മറിച്ച് ക ഖ ഗ ഘ ങ ച ഛ ജ ഝ ന ട ഠ ഡ ഢ ണ ട ഥ ദ ധ ന പ ഫ പ മ യ റ ല വ ശ അങ്ങനെയാണ് വായിക്കേണ്ടത്. അല്ലാതെ യ റ ല വ ശ ശ ഷു ഷു അങ്ങനെയല്ല വായിക്കേണ്ടത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയെന്നുള്ളൂ. ഇത് കൂടാതെ കുറച്ച് അക്ഷരങ്ങൾ കൂടി ഉണ്ട്. ഓക്കെ, 1 2 3 4 5 6 7 8 9 അക്ഷരം കൂടി ഇതിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ അക്ഷരങ്ങൾ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇത് നിങ്ങൾക്ക് ടീച്ചർമാർ പോലും ചിലർ അറിയുന്നവർ പഠിപ്പിച്ചു തരും, ചിലർക്ക് പഠിപ്പിച്ചു തരില്ല, ചിലർ പഠിപ്പിച്ചു തരും. ഇതൊക്കെ ഈ പുസ്തകം ഫുള്ള് ഹിന്ദിയിലുള്ള പുസ്തകമാണ്. ഓക്കെ,
ഫുള്ള് ഹിന്ദിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഹിന്ദിക്കാരുടെ പുസ്തകം വായിക്കുമ്പോഴാണ് നമുക്ക് ഹിന്ദി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുക. കേരളത്തിലെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും മനസ്സിലാവില്ല, കാരണം അവർ ഡീപ്പിലായിട്ട് പോലും ഹിന്ദിക്കാർ. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് നാട്ടിലത്തെ പുസ്തകം വായിച്ചാലേ നമുക്ക് ഇംഗ്ലീഷ് ഡീപ്പിലായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷ്, ഇന്ത്യയിൽ ഇംഗ്ലീഷ് നോക്കിക്കഴിഞ്ഞാൽ ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, എന്ന് പറഞ്ഞ ഒരു അക്ഷരം ഇസെ അനുസ്വാർ കഹാ ജാത്ത ഹൈ. ഇങ്ങനത്തെ പുള്ളി കുത്തി മുകളിൽ പുള്ളി കുത്തുന്നതിന് ഇതിന് അനുസാർ എന്നാണ് പറയുന്നത്. അനുസാർ എന്നത് പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് അതിൻ്റെ ഉദാഹരണം അങ്കൂർ. അപ്പോൾ ഇത് ഒരു ഉച്ചാരണം. എന്ന് പറയുമ്പോൾ എന്താണ്, മൂക്കിനാണ് സൗണ്ട് വരിക. ഓക്കെ, സൗണ്ട് എവിടെ വരിക, മൂക്കിനാണ് വരിക. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം അങ്കൂർ. മനസ്സിലായോ? മൂക്കിനാണ് സൗണ്ട് പുറത്തേക്ക് വരുന്നത്. ഈ ശബ്ദം നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ മൂക്കിനാണ് സൗണ്ട് വരിക, വായ അടഞ്ഞിരിക്കും. ഓക്കെ, ഒരു കങ്കൻ, ജണ്ട. അപ്പോൾ ഇതിൽ ഒരു മൂക്കിൻ്റെ ഒരു തെരിപ്പ് വരും. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു അക്ഷരം എന്ന് പറഞ്ഞ അക്ഷരം നിങ്ങൾക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. കുവ എന്ന് പറഞ്ഞ അക്ഷരം നിങ്ങൾ. ഓക്കെ, ഈ അനുനാസിക് കഹാ ജാത്ത ഹെ അല്ലെങ്കിൽ കെഹലാത്ത ഹെ പറയപ്പെടുന്നു. അനുനാസിക് എന്ന് പറയുന്നത് വായയും അതുപോലെ തന്നെ മൂക്കും രണ്ടും ഒരുമിച്ച് വരുന്ന സൗണ്ട്, അതായത് രണ്ടിൽ നിന്ന് ശബ്ദം വരും. മൂക്ക് മാത്രമല്ല, മൂക്കിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യില്ല. ഓക്കെ, ചാന്ത് കണ്ടോ, ഒരു വായ തുറക്കാനും പറ്റും, അതുപോലെ ആന്ന് പറയാനും പറ്റും. അപ്പോൾ എന്താ, ചാന്ത്, ഗാവ്, ഊട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇനി എന്ന് പറഞ്ഞ വിസർഗ് എന്ന് പറഞ്ഞാൽ ഇത് അക്ഷരത്തിൻ്റെ അവസാനങ്ങളിലാണ് വരിക. അപ്പോൾ ദുഃഖ് എന്ന് പറയും, ദുഃഖിൻ്റെ ഇടയിൽ വരുന്നുണ്ട് കേട്ടോ, അവസാനം മാത്രമല്ല. ചില അക്ഷരത്തിനനുസരിച്ച് അധികം വരുന്നത് ഒരക്ഷരത്തിൻ്റെ ബാക്കിലാണ്. ഓക്കെ, അത് ഇതിന് പറയുന്നതാണ് വിസർഗ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനത്തെ ഒരു ചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെന്തോ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഈ ചിഹ്നം എന്ന് പറയുന്നത് ഓർ എന്ന് പറഞ്ഞ വാക്കിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആയിൻ്റെയും ഓൻ്റെയും ഇടയിലായിട്ട് ഈ വാക്ക് വരുന്നുണ്ട്. ഇവിടെ ഉദാഹരണം തന്നിട്ടുണ്ട്, ഡോക്ടർ, കോഫി, ബോക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു അക്ഷരം ഇത് നമ്മൾ വായിക്കാതെ നമ്മൾ ഒഴിവാക്കി വിടാണ്. ഇത് എന്നിട്ട് പിന്നെ അക്ഷരങ്ങളിൽ പാഠപുസ്തകം ഇങ്ങനത്തെ ഒരു അക്ഷരം പുറത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അക്ഷരം വരുമ്പോൾ ഇതെന്ത് നമ്മൾ പഠിക്കാത്ത അക്ഷരമാണെന്ന് കരുതരുത്. ഇതിലുള്ളതാണ്, പക്ഷേ ഇതിൽ ചേർക്കാത്തതാണ് നമ്മൾ. ഓക്കെ, അത് ചേർക്കാത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ചെറുപ്പം മുതൽ ഈ വ്യഞ്ജനാക്ഷരത്തിൽ ചേർത്ത് കൊടുക്കലില്ല. ഓക്കെ, ആ ചേർത്തി കൊടുക്കണം. നമുക്കിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം ചേർത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്ക് അങ്ങനെ ചേർത്തി കൊടുത്തിട്ടില്ല. ഓക്കെ, വലിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴാണ് ഇത് പഠിപ്പിക്കുക. പക്ഷേ ഇവിടെ കേരളത്തിലൊന്നും അധികം പഠിപ്പിക്കലില്ലത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത്. ഇസെ വ്യഞ്ജന്മ ഗിനാദാത്ത, ഇത് വ്യഞ്ജനാക്ഷരത്തിൽ കൂട്ടപ്പെടുന്നു. ഇതെന്താ, എന്താണ് ഇട് നമ്മൾ പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ പുറത്തേക്ക് എന്താ വെച്ചാൽ പുറത്തേക്ക് ചവിട്ടി പുറത്താക്കണ ഒരു സൗണ്ടാണ് നമ്മുടെ വായിൽ വരിക. ഓക്കെ, അപ്പോൾ അതായത് എന്ന് വെച്ചാൽ നമ്മൾ പുറത്താക്കുക ഒരാളെ, ഉദാഹരണം തുപ്പല പോലെ ഒന്ന് പുറത്തേക്ക് വിടുക എന്ന ഒരു ഇതുണ്ട്, ധ്വനിയുണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ ലഡായി, പഠായി എന്ന് പറഞ്ഞ വാക്ക് പോലെ. അതുപോലെ തന്നെ ശാസ്ത്രജ്ഞ എന്ന് പറഞ്ഞ വാക്ക്. ഓക്കെ, ശാസ്ത്രജ്ഞ എന്ന് പറഞ്ഞ വാക്ക് മലയാളത്തിലുണ്ട്. ഓക്കെ, ഇനി സംയുക്ത് വ്യഞ്ജൻ കഹാത്, ഇതിന് സംയുക്ത എന്ന് പറഞ്ഞത് 2 അക്ഷരങ്ങൾ കൂട്ടി കുഴച്ചിട്ടുള്ള അക്ഷരങ്ങളാണ് സംയുക്ത എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കക്ഷ, പത്ര, ജ്ഞാൻ, സം എന്ന് പറയുന്നത്.